Hi dear students. നമ്മൾ എക്സംപ്റ്റ് ചെയ്യപ്പെടുന്ന ക്യാപിറ്റൽ ഗെയിൻസിൽ 3 സെക്ഷനുകളാണ് ഇതിനോടകം പഠിച്ചു കഴിഞ്ഞത്. സെക്ഷൻ 54, സെക്ഷൻ 54B, സെക്ഷൻ 54D. ഇത്രയും സെക്ഷനാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട ചില എക്സാമ്പിൾസാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ എക്സാമ്പിളിലേക്ക് വരാം. മിസ്റ്റർ ശർമ്മ sells his only residential house in Mangalore on 24th August 2019 for rupees 55 lakh. മിസ്റ്റർ ശർമ്മ അദ്ദേഹത്തിൻ്റെ മാംഗ്ലൂരിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു വീട് ആണ് അദ്ദേഹത്തിനുള്ളത്. ആ വീട് 2019 ഓഗസ്റ്റ് 24 55 ലക്ഷം രൂപക്ക് വിൽക്കുന്നു. And incurs an expenditure of rupees 1 lakh in connection with transfer. അതിൻ്റെ ആ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് 1 ലക്ഷം രൂപ അദ്ദേഹത്തിന് എക്സ്പെൻസ് വരുന്നത്, സെല്ലിംഗ് എക്സ്പെൻസ് വരുന്നുണ്ടെന്ന് ചുരുക്കം. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ഹൗസ് ഫോർ ഹിം ഇൻ 1998 വാസ് rupees 1,80,000 and on 1st April 2001 the fair market value was rupees 8 lakh. 1998 അദ്ദേഹം ഈ വീട് വാങ്ങുന്ന സമയത്ത് വന്ന കോസ്റ്റ് 1,80,000 രൂപയായിരുന്നു. എന്നാൽ 2001 ഏപ്രിൽ 1 ഈ വീടിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ 8 ലക്ഷം രൂപയാണ്. ഓൺ 16th January 2020 he deposits rupees 20 lakh in capital gain account scheme. 2020 ജനുവരി 16 ഇദ്ദേഹം 20 ലക്ഷം രൂപ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യും. കമ്പ്യൂട്ട് ദി ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ഫോർ അസസ്മെന്റ് ഇയർ 2020-21. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കറണ്ട് അസസ്മെന്റ് ഇയറിലേക്കുള്ള ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ എത്രയായിരിക്കും? ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. ഇതിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, 1998 ഇദ്ദേഹം വാങ്ങിച്ച ഒരു വീട് 2019 വിൽക്കുന്നു. അതിനുശേഷം 2020 ജനുവരി 16 20 ലക്ഷം രൂപ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, കറണ്ട് പ്രീവിയസ് ഇയറിൽ ഒരു ബിൽഡിങ്ങിൻ്റെ വിൽപ്പന നടക്കുന്നു, മറ്റൊരു ബിൽഡിങ് ഹൗസ് പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ നേരത്തെ ഉള്ള ഇദ്ദേഹത്തിൻ്റെ വീട് വിൽക്കുന്ന സമയത്തുള്ള ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ് വരിക എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യണം, അല്ലേ? 1998 ഹൗസ് അക്വയർ ചെയ്തതെന്ന് ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട്. എന്നാൽ വിൽക്കുന്നത് 2019 ഓഗസ്റ്റ് 24 അപ്പോൾ 2019 ഓഗസ്റ്റ് വരെ, 98 മുതൽ 2019 വരെ എന്ന് പറയുമ്പോൾ എത്ര വർഷങ്ങളുണ്ട്, അല്ലേ? 30-31 വർഷങ്ങളുണ്ട്. ഓക്കെ, 29 വർഷങ്ങൾ വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ അത്രയും കാലത്തിന് ശേഷമാണ് ഈ വീട് വിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അതൊരു ലോങ് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ അസറ്റാണ്. സ്വാഭാവികമായിട്ടും ആ വീട് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഗെയിന് ലോങ് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ വീട് വിൽക്കുമ്പോൾ ഉള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, അല്ലേ? അത് വിൽക്കുന്നത് 55 ലക്ഷം രൂപക്കാണ് എന്ന് പറയുന്നുണ്ട്. 55 ലക്ഷം രൂപയാണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുക്കുമ്പോൾ 98 വാങ്ങിച്ചതാണ്, 2001 മുമ്പുള്ള പർച്ചേസ് ആണ്, അല്ലേ? 2001 മുമ്പുള്ള അക്വിസിഷൻ ആകുമ്പോൾ നമ്മളതിൻ്റെ ആ സമയത്തുള്ള കോസ്റ്റും 2001 ഏപ്രിൽ 1 അതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂവും കമ്പയർ ചെയ്യുമ്പോൾ അതിലേതാണോ കൂടുതലെങ്കിൽ ആ വാല്യൂ ആണ് കോസ്റ്റ് ആയിട്ട് എടുക്കുക. ഇവിടെ നമുക്ക് 1,80,000 98 ആക്ച്വൽ കോസ്റ്റ്. എന്നാൽ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 2001 8 ലക്ഷം രൂപയാണ്. 1,80,000 ഓർ 8 lakh വിച്ച് എവർ ഈസ് ഗ്രേറ്റർ. അപ്പോൾ 8 lakh rupees ആണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വരിക. നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ rupees 8 lakh എടുത്തു, അല്ലേ? അതിനെ ഇൻഡെക്സ് ചെയ്യാൻ വേണ്ടി 2019 ഓഗസ്റ്റിൽ വിൽക്കുമ്പോൾ ആ വർഷത്തേക്കുള്ള CII 289 ആണ്. ഡിവൈഡഡ് ബൈ 2001 ഏപ്രിൽ 1 മുമ്പുള്ള ട്രാൻസാക്ഷൻ ആയതുകൊണ്ട്, പർച്ചേസ് ആയതുകൊണ്ട് CII
100 വരിക അല്ലേ, ഡിവൈഡഡ് ബൈ 100. അപ്പോൾ 8 lakh into 289 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പോൾ ₹23,12,000 rupees ആണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് അല്ലേ, 23,12,000 rupees. പിന്നീട് ഇതിനകത്ത് സെല്ലിംഗ് എക്സ്പെൻസസ് പറയുന്നുണ്ട്. 1,00,000 രൂപ ഈ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് വരുന്നത് സെല്ലിംഗ് എക്സ്പെൻസ് ആണ് അല്ലേ. ദെൻ സെല്ലിംഗ് എക്സ്പെൻസസ് ₹1 lakh. ഇവിടെ ഇംപ്രൂവ്മെന്റ് കോസ്റ്റ് ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഈ രണ്ട് എമൗണ്ടുകളും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും സെല്ലിംഗ് എക്സ്പെൻസും കൂടെ കൂട്ടി ₹24,12,000 എന്ന് പറയുന്ന എമൗണ്ട് കിട്ടും അല്ലേ. അത് നമ്മൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ടുള്ള ₹55 lakh എന്ന് കുറക്കണം. 55 lakh മൈനസ് ₹24,12,000. ദെൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് കിട്ടുന്നത് ₹30,88,000 എന്ന് പറയുന്ന എമൗണ്ട് ആണ് നേരത്തെയുള്ള വീട് വിറ്റപ്പോൾ കിട്ടുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇനി നമ്മൾ സെക്ഷൻ 54 പഠിച്ചിട്ടുള്ളതാണ്. നേരത്തെ ഉള്ള ഒരു വീട് വിറ്റ് ഒരു പുതിയ വീട് പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ സെക്ഷൻ 54 പ്രകാരം എന്ത് ചെയ്യാം, എക്സംഷൻ എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും അല്ലേ. അത് പറയുന്നത് എങ്ങനെയാണ്, ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേണിന് മുമ്പ് വീടിന് വേണ്ടി ചെലവാക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട്, അതാണ് എക്സംഷനായിട്ട് കിട്ടുക. ഇവിടെ നമുക്കിപ്പോൾ ഈ 2020 ജൂലൈ 31 ഡ്യൂ ഡേറ്റ് ഓഫ് ഫയൽ റിട്ടേൺ എന്ന് പറയുന്നത്. 2020 ജൂലൈ 31 മുമ്പ് ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, 2020 ജനുവരി 16 ഇദ്ദേഹം പുതിയ വീടിന് വേണ്ടി എമൗണ്ട് ചിലവാക്കിയിട്ടില്ലെങ്കിലും ഈ ക്യാപിറ്റൽ ഗെയിൻ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജൂലൈ 31 ഇദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ഡ്യൂ ഡേറ്റ് ഓഫ് ഫയൽ റിട്ടേണിനുള്ളിൽ ഈ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിലേക്ക് ₹20 lakh ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റും, സെക്ഷൻ 54 എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയിട്ടുള്ള എമൗണ്ടിൽ നിന്ന് താഴെ ലെസ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 54 ദാറ്റ് ഈസ് ഡെപ്പോസിറ്റ് ഇൻ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം ₹20 lakh നമ്മൾ അതിന് കുറക്കുന്നു അല്ലേ. അപ്പോൾ ₹30,88,000 മൈനസ് എക്സംഷൻ ഓഫ് ₹20 lakh, ബാക്കി വരുന്ന 10,88,000 10,88,000 എന്ന് പറയുന്ന ഈ എമൗണ്ട് ആയിരിക്കും ആ വർഷം ടാക്സബിൾ ആയിട്ടുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെക്ഷൻ 54 അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. Agricultural land situated in Agra, purchased in 2004-5 for ₹1,13,000, sold for ₹8 lakh on 1st May 2019. 2004-5 വർഷത്തിൽ ആഗ്രയിൽ 1,13,000 രൂപക്ക് വാങ്ങിച്ചിരുന്ന ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് 2019 മെയ് 1 8 ലക്ഷം രൂപക്ക് വിൽക്കുന്നു അല്ലേ. 2004-5 വാങ്ങിച്ച് 2019 വിൽക്കുക എന്ന് പറയുമ്പോൾ 15 വർഷത്തോളം അല്ലേ ഈ ലാൻഡ് കൃഷിക്ക് വേണ്ടി ഇവിടെ ഈ അസസി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അതാണ് 2019 മെയ് 1 8 ലക്ഷം രൂപക്ക് വിൽക്കുന്നത്. The assessee purchased another piece of agricultural land on 1st August 2019 for ₹3,70,000. എന്നിട്ട് അസസി എന്ത് ചെയ്യുന്നു, 2019 ഓഗസ്റ്റ് 1 മറ്റൊരു അഗ്രികൾച്ചറൽ ലാൻഡ് ₹3,70,000 പർച്ചേസ് ചെയ്യുന്നു. ഫൈൻഡ് ഔട്ട് ദി ചാർജബിൾ ക്യാപിറ്റൽ ഗെയിൻ ഫോർ അസസ്മെന്റ് ഇയർ 2020-21. CII in 2004-5 was 113. അപ്പോൾ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് വിറ്റു, പകരം ഒരു പുതിയ അഗ്രികൾച്ചറൽ ലാൻഡ് പർച്ചേസ് ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ സെക്ഷൻ 54B നമ്മൾ കമ്പ്യൂട്ട് ചെയ്തതിന് മുമ്പായിട്ട് ആദ്യം എന്ത് ചെയ്യണം, നിലവിലുണ്ടായിരുന്ന അഗ്രികൾച്ചറൽ ലാൻഡ് വിറ്റപ്പോൾ എന്ത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയെന്ന് കമ്പ്യൂട്ട് ചെയ്യണം. ഇത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്, നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 2019 ഈ ലാൻഡ് വിൽക്കുമ്പോൾ 8 ലക്ഷം രൂപയാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ 8 ലക്ഷം രൂപയാണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്ന എമൗണ്ട് 8 ലക്ഷം രൂപയാണ്. ഓക്കെ, ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 2004-5 ഇത് വാങ്ങുന്നത് 1,13,000 അല്ലേ. അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ₹1,13,000 ആണ്. നമ്മളതിനെ ഇൻഡെക്സ് ചെയ്യണം. ഇൻഡെക്സ് ചെയ്യുമ്പോൾ 1,13,000 ഇൻറ്റു CII for year of transfer that is 289 divided by
CII for year of acquisition. The year of acquisition is 2004-5. എക്സാമ്പിളിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് 2004-5 113 CII വരിക. Then divided by 113. Then 1,13,000 into 289 divided by 113. ഇവിടെ കിട്ടുന്ന എമൗണ്ട് റുപ്പീസ് 2,89,000 ആണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇവിടെ ഇംപ്രൂവ്മെന്റ് കോസ്റ്റ് ഓഫ് സെല്ലിംഗ് എക്സ്പെൻസ് ഒന്നും പറയാത്തത് കൊണ്ട് നമ്മൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എമൗണ്ടിൽ നിന്ന് ഈ ഇൻഡെക്സ്ഡ് കോസ്റ്റ് കുറക്കുന്നു. 8 lakh minus 2,89,000. Then long term capital gain is rupees 5,11,000. ഇനി 2019 ഓഗസ്റ്റ് 1 ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സെക്ഷൻ 54B പറയുമ്പോൾ പറഞ്ഞതാണ്, ട്രാൻസ്ഫർ കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ പുതിയ അഗ്രികൾച്ചർ ലാൻഡ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എക്സംഷൻ കിട്ടും അല്ലേ? 2020 ജൂലൈ 31 ഉള്ളിൽ എത്ര എമൗണ്ട് അഗ്രികൾച്ചർ ലാൻഡിന് വേണ്ടി ചെലവാക്കുന്നുണ്ടോ ആ എമൗണ്ടും ഇല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടും എക്സംഷനായി കിട്ടും. ഇവിടെ പക്ഷേ 2019 തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 5 മാസത്തിനുള്ളിൽ തന്നെ ഒരു പുതിയ ലാൻഡ് വാങ്ങിച്ചിട്ടുണ്ട് 3,70,000 rupees കോസ്റ്റിൽ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അത് എക്സംഷനായിട്ട് സെക്ഷൻ 54Bയിൽ ക്ലെയിം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ താഴെ ലെസ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 54B, ദാറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് ന്യൂ അഗ്രികൾച്ചറൽ ലാൻഡ് rupees 3,70,000. Then long term capital gain 5,11,000 minus exemption under section 54B rupees 3,70,000. Then difference amount of rupees 1,41,000. That is the taxable long term capital gain in this case. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ എക്സാമ്പിൾ. ഇനി മൂന്നാമത്തെ ഒരു എക്സാമ്പിളിലേക്ക് നമുക്ക് വരാം. തേർഡ് വൺ. എക്സ് കമ്പനി ലിമിറ്റഡ് ഹാസ് ആൻ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഇൻ UP. അല്ലെ, എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഉത്തർപ്രദേശിൽ ഒരു വ്യാവസായിക സ്ഥാപനം ഉണ്ടായിരുന്നു. A building which was constructed in July 2012 and used for the purposes of industrial undertaking since very beginning is compulsorily acquired by the UP government on 10th July 2019 for rupees 8 lakh. 2012 ജൂലൈ, അതായത് ഈ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് തുടങ്ങിയ ആ സമയം മുതൽ 2012 ജൂലൈയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ബിൽഡിങ്, ഇൻഡസ്ട്രിയൽ ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു ബിൽഡിങ് 2019 ജൂലൈ 10 UP ഗവൺമെൻറ് കമ്പൽസറി ആയിട്ട് ഈ ബിൽഡിങ് ഏറ്റെടുക്കുന്നു. അതിന് ഏറ്റെടുക്കുന്ന സമയത്ത് അതിന് കോമ്പൻസേഷനായിട്ട് ഗവൺമെൻറ് കൊടുക്കുന്ന എമൗണ്ട് rupees 8 lakh ആണ്. 8 ലക്ഷം രൂപയാണ് കോമ്പൻസേഷൻ കൊടുക്കുന്നത്. The WDV of the building on 1st April 2019 was rupees 4,50,000. 2019 ഏപ്രിൽ 1 ഈ ബിൽഡിങ്ങിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ 4,50,000 രൂപയായിരുന്നു. The company constructed another building for shifting the department which was functioning in the building acquired by the government on 28th May 2020 at a cost of rupees 4 lakh. 2020 മെയ് 28 ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുള്ള ആ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പുതിയ ബിൽഡിങ് ഈ കമ്പനി കൺസ്ട്രക്റ്റ് ചെയ്തു. അതിന് കോസ്റ്റ് 4 ലക്ഷം രൂപയാണ് വന്നത്. ഫൈൻഡ് ഔട്ട് ദി ചാർജബിൾ ക്യാപിറ്റൽ ഗെയിൻ ഫോർ അസസ്മെൻറ്റ് ഇയർ 2020-21. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും 2020-21 അസസ്മെൻറ്റ് ഇയറിലേക്കുള്ള ടാക്സബിൾ ആയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച സെക്ഷൻ 54D ഉണ്ട് അല്ലേ? 54Dയിൽ പറയുന്നത് എന്താണ്? ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ലാൻഡോ ബിൽഡിങ്ങോ കമ്പൽസറി ആയിട്ട് അക്വയർ ചെയ്യുകയാണെങ്കിൽ ആ അക്വയർ ചെയ്യുന്ന ലാൻഡിനോ ബിൽഡിങ്ങിനോ പകരം ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേണിനുള്ളിൽ പുതിയ ലാൻഡോ ബിൽഡിങ്ങോ പർച്ചേസ് ചെയ്ത് അതിലേക്ക് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഏറ്റെടുക്കുന്ന ലാൻഡിനും ബിൽഡിങ്ങിനും ഉണ്ടായിരുന്ന ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് എക്സംഷൻ എമൗണ്ട് 54D പ്രകാരം ക്ലെയിം ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ?
ഇനി ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും UP ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത് 2012 ഉണ്ടാക്കിയിട്ടുള്ളതാണ്. 2019 ജൂലൈ 10 തീയതിയാണ് UP ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത്. 8 ലക്ഷം രൂപയ്ക്കാണ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ 8 ലക്ഷം രൂപ എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ആണ് അല്ലേ. അത് ഏറ്റെടുക്കുന്ന സമയത്ത് ഗവൺമെൻറ് നഷ്ടപരിഹാര തുകയാണ് 8 ലക്ഷം രൂപ എന്ന് പറയുന്ന എമൗണ്ട്. ഇവിടെ നമ്മൾ ട്രാൻസ്ഫർ എന്താണ്? ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ കമ്പൽസറി അക്വിസിഷൻ ആണ്. അപ്പോൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്ന എമൗണ്ട് എന്തായിരിക്കും? ആ കോമ്പൻസേഷൻ എമൗണ്ട് ആയിരിക്കും അല്ലേ. റുപ്പീസ് 8 lakh ആണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്ന എമൗണ്ട്. അതാണ് 8 ലക്ഷം രൂപ എന്ന് പറയുന്ന എമൗണ്ട്. പക്ഷേ ഇവിടെ എന്ത് പറയുന്നില്ല? നമ്മൾ തൊട്ട് മുമ്പുള്ള 2 എക്സാമ്പിളിലും കണ്ടതുപോലെ ഇവിടെ ഈ അസറ്റ് വാങ്ങിയ സമയത്തുള്ള കോസ്റ്റ് എന്താണെന്ന് ഈ എക്സാമ്പിളിനകത്ത് പറയുന്നില്ല. മറിച്ച് തന്ന ഫിഗർ വേറെ ഏതാണ്? 2019 ഏപ്രിൽ 1 WDV ആണ് ഇതിനകത്ത് തന്നിട്ടുള്ളത്. റുപ്പീസ് 4,50,000 എന്ന് പറയുന്ന എമൗണ്ട് 2019 ഏപ്രിൽ WDV ആണ്. നമ്മൾ ഇത്തരം എക്സാമ്പിൾ കിട്ടുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഡിപ്രീഷ്യബിൾ അസറ്റ്സ് ഉണ്ട്. 2 ടൈപ്പ് മെത്തേഡ്, 2 മെത്തേഡുകൾ നമ്മൾ അതിനകത്ത് കണ്ടിട്ടുണ്ട്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും അല്ലേ. അപ്പോൾ അത് നമ്മൾ പഠിക്കുന്നതാണ്. ഡിപ്രീഷ്യബിൾ അസറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ എലിജിബിൾ ആയ അസറ്റ്സ് എന്ന് പറയുന്നത് ഏതാണ്? ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടി ഉപയോഗിക്കുന്ന അസസി ഓൺ ചെയ്യുന്ന അസറ്റൊക്കെ എന്താണ്? ഡിപ്രീഷ്യബിൾ അസറ്റ് ആണ്. ഡിപ്രീഷ്യബിൾ അസറ്റ്. അപ്പോൾ ഇതൊരു ഡിപ്രീഷ്യബിൾ അസറ്റ് ആണ്, കാരണം ഇത് ബിസിനസിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന അസറ്റ് ആണ്. ഡിപ്രീഷ്യബിൾ അസറ്റ് ആണ്, സംശയമൊന്നുമില്ല. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണോ? സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് അല്ല. കാരണം സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിക്കേണ്ടത് പവർ ജനറേറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് കൺസേൺസിന്റെ അസറ്റ്സിന് മാത്രമാണ്. ഇത് അത്തരമൊരു കമ്പനി ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കുന്ന റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. ഇപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ബാധകമായിട്ടുള്ള ഡിപ്രീഷ്യബിൾ അസറ്റ്സിന്റെ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പ്രൊസീജിയർ പഠിച്ചിട്ടുണ്ട്. സാധാരണ ചെയ്യുന്നത് പോലെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എമൗണ്ട് എന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് എന്താണ് ചെയ്യേണ്ടത്? അവിടെ നമ്മൾ ചെയ്യുന്നത് ബാലൻസ് എന്ന് പറയുന്ന എമൗണ്ടിനെ നെറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്ന എമൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലേ. ബ്ലോക്കിലെ എല്ലാ അസറ്റും വിൽക്കുന്ന കേസ് ഉണ്ട്, ബ്ലോക്കിലെ പാർട്ട് ഓഫ് അസറ്റ് വിൽക്കുന്ന സമയമുണ്ട്. നമ്മളൊക്കെ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്ന ഒറ്റ ബ്ലോക്കാണത്, ഒറ്റ ബ്ലോക്ക് ഓഫ് അസറ്റ് ആണ് ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിന് 2019 ഏപ്രിൽ 1 WDV 4 ലക്ഷം രൂപയാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇവിടെ ഈ 4 ലക്ഷം രൂപ എന്ന് പറയുന്ന എമൗണ്ട് ഈ വർഷം പിന്നീട് വേറെ ഒരു ബിൽഡിങ്ങും ഈ ബ്ലോക്കിനകത്തേക്ക് പർച്ചേസ് ചെയ്യുന്നില്ല അല്ലേ. 2020 മെയ്യിലാണ് പിന്നീട് പുതിയ ബിൽഡിംഗ് വാങ്ങുന്നത് അല്ലേ. 2019-20 വർഷത്തിൽ വേറെ ബിൽഡിംഗ് ഒന്നും പർച്ചേസ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അതിന്റെ ബാലൻസ് എന്ന് പറയുന്ന എമൗണ്ട് എത്രയായിരിക്കും? ഈ പറഞ്ഞ റുപ്പീസ് 4,50,000 ആണ് ബാലൻസ് എന്ന് പറഞ്ഞ എമൗണ്ട്. നേരത്തെ പഠിച്ച കേസിലേക്ക് പോയാൽ മതി. WDV അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ, ആഡ് അഡീഷൻസ് ഡ്യൂറിംഗ് ദ ഇയർ. ഇവിടെ അഡീഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ WDV എന്ന് പറയുന്ന എമൗണ്ട് റുപ്പീസ് 4,50,000 ആണ് ബാലൻസ് ആയിട്ട് വരിക. ഈ ബാലൻസ് എമൗണ്ടിനെ നെറ്റ് കൺസിഡറേഷനുമായിട്ട് വാട്ട് ഈസ് നെറ്റ് കൺസിഡറേഷൻ? നെറ്റ് കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ എക്സാമ്പിളിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആണ് അല്ലേ. അപ്പോൾ നെറ്റ് കൺസിഡറേഷനോട് കമ്പയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ റുപ്പീസ് 8 lakh ആണ്. എന്നാൽ ഇവിടെ WDV അല്ലെങ്കിൽ ഇവിടെ ബാലൻസ് എന്ന് പറയുന്ന എമൗണ്ട് റുപ്പീസ് 4,50,000 ഉള്ളൂ. ഇത് പറയുമ്പോൾ ബ്ലോക്കിലെ അസറ്റ് വിൽക്കുന്ന സമയത്ത് നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് ബാലൻസ് എമൗണ്ടിനേക്കാൾ കൂടുതലാണ്. ബാലൻസ് എമൗണ്ടിനേക്കാൾ കൂടുതലാകുമ്പോൾ റിസൾട്ട് എന്താണ് വരിക? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിഫറൻസ് വരുന്ന എമൗണ്ട് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് എഴുതി ഡിഫറൻസ് എടുക്കുകയാണ്. 8 ലക്ഷം മൈനസ് 4.5 ലക്ഷം, ബാക്കി 3.5 ലക്ഷം രൂപയാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരിക. അപ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് 3.5 ലക്ഷം രൂപ ഈ ബിൽഡിംഗ് ഗവൺമെന്റ് അക്വയർ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഇനി ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ അസസി എന്ത് ചെയ്യുന്നുണ്ട്? 2020 മെയ് 28 എന്ന് പറയുമ്പോൾ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ എന്ന് പറഞ്ഞ ഡേറ്റിനുള്ളിൽ തന്നെ 31 ജൂലൈക്കുള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ ബിൽഡിംഗ് ഇതേ ആവശ്യത്തിന് വേണ്ടി വാങ്ങുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ അതിന്റെ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? സെക്ഷൻ 54D പ്രകാരം കുറക്കാൻ പറ്റും. ഇവിടെ കോസ്റ്റ് കൊടുത്തിട്ടുണ്ട് 4 ലക്ഷം രൂപയാണ് മെയ് 2020 വന്ന കോസ്റ്റ്. അപ്പോൾ നമ്മൾ ആ എമൗണ്ട് ഇവിടെ കുറക്കുകയാണ്. എക്സംഷൻ അണ്ടർ സെക്ഷൻ 54D കോസ്റ്റ് ഓഫ് ന്യൂ ബിൽഡിംഗ് എന്നാണ്, ലാൻഡ് എന്നല്ല. കോസ്റ്റ് ഓഫ് ന്യൂ ബിൽഡിംഗ്, പുതിയ ബിൽഡിങ്ങിന്റെ കോസ്റ്റ് 4 ലക്ഷം രൂപ. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ആ ഗെയിൻ എത്രയേ ഉള്ളൂ? ഗെയിൻ 3.5 ലക്ഷം രൂപയേ ഉള്ളൂ. അപ്പോൾ ഗെയിനിൽ നിന്ന് എക്സംഷൻ കുറച്ചാൽ മൈനസ് ഫിഗർ വരും അല്ലേ. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. കാരണം എക്സംഷൻ കിട്ടുന്ന എമൗണ്ട് പരമാവധി ഗെയിനിന്റെ എമൗണ്ട് വരെ വരാൻ പാടുള്ളൂ.
അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ 3.5 ലക്ഷം മൈനസ് 4 ലക്ഷം മൈനസ് 50,000 എന്ന് പറയുമ്പോൾ അവിടെ ക്യാപിറ്റൽ ലോസ് ആണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ എക്സംഷൻ വരുന്ന കാരണമായിരിക്കും ലോസ് ആകാൻ പാടില്ല. അതുകൊണ്ട് എക്സംഷൻ എന്ന് പറയുമ്പോൾ പരമാവധി ക്യാപിറ്റൽ ഗെയിൻ്റെ എമൗണ്ട് വരെ വരാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 4 ലക്ഷം രൂപയുടെ എക്സംഷൻ എലിജിബിലിറ്റി ഉണ്ടെങ്കിലും 3.5 ലക്ഷമേ കുറക്കാൻ പറ്റുള്ളൂ. കാരണം 3.5 ലക്ഷമേ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉള്ളൂ. ദെൻ 3.5 ലക്ഷം മൈനസ് 3.5 ലക്ഷം, അപ്പോൾ ബാക്കി വരുന്ന എമൗണ്ട് 0 ആണ് എന്ന് പറയുമ്പോൾ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ഈ അസറ്റുമായി ബന്ധപ്പെട്ട് ആ വർഷം ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് ചുരുക്കം. അപ്പോൾ ഇതാണ് സെക്ഷൻ 54, സെക്ഷൻ 54B, സെക്ഷൻ 54D ഈ 3 സെക്ഷനിൽ വരുന്ന എക്സംപ്റ്റഡ് ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, താങ്ക് യു.